രാവിലെ മഴ. രാവിലെ മഴയാണല്ലോ. അലക്കാൻ പോയതല്ല, അലക്കി എടുക്കാൻ പോയതാണ്. നാട്ടിൽ പോയി പണി ഞാനൊന്ന് നിർത്തി. കറി ദോശയോ? ദോശ, ഇന്നലത്തെ ദോശ. ദോശക്ക് എന്നാ കറി? ഓ ചമ്മന്തി. തേങ്ങ തരാവോ? എന്താ കഴിക്കാൻ? ദോശ. ദോശക്ക് കറി. ഓ സാമ്പാർ. തക്കാളി ഇല്ല, കിഴങ്ങില്ല. ദോശക്ക് അമ്മ പറയാൻ ഞാൻ എന്നാ പറയണ്ടേ? ദോശ അങ്ങോട്ട് പഞ്ചസാര ഇട്ട് തിന്നു. എപ്പടി? ചട്നി. ചട്നി ചമ്മന്തി ഇല്ല. ഷാജി അതൊരു 8:30 കഴിയും തുറക്കുമ്പോൾ. 8:30 കഴിയും. ശ്യാമളമ്മ ഉണ്ടോ ദോശയും പഞ്ചസാരയും കൂടെ കഴിക്കുന്നേ? നിനക്കെന്താ അങ്ങനെയൊക്കെ ചെയ്താൽ? എന്താണ് 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 രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടി അല്ലേ എൻ്റെ കൊച്ചിൻ്റെ? തേനൊന്നുമില്ല. സ്കൂളിൽ ഇന്ന് ഞായറാഴ്ച എവിടെയാണ് സ്കൂള്? എപ്പോഴെന്നും ഇന്ന് അവളെ പറഞ്ഞു വിടണമെന്നാണോ നീ പറയുന്നേ? പനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പനി എന്നാ ചൂടാണോ? ജലദോഷം, തുടക്ക വേദന. വൈകിട്ട് ചൂടുണ്ടായിരുന്നു. രാവിലെ മഴ പെയ്ത്. ഞാൻ കൊണ്ടുവന്ന ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചോ. നമുക്ക് പറയാൻ പറ്റുമല്ലോ. എന്നാടോ ഒന്ന് എണീറ്റ് വന്നല്ലേ ഉള്ളൂ. തന്നെ ഒന്നും കുളിക്കണ്ട. ഇപ്പം അവിടെ പോയി കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നേ. അപ്പം ഞാൻ എല്ലാം ശരിയാക്കാം. അപ്പോ അയ്യോ അതാ ഈ കപ്പളം. വീണ്ടും മഴ. ഇച്ചിരി ശക്തിക്കാണെങ്കിൽ പാത്രം കഴുകാനുള്ള വെള്ളം കിട്ടിയേനെ. ഓ യെസ്സാ. നീല കളറിൻ്റെ പൂവ്. അതിൻ്റെ പേരെന്നാ? ഏനാണേലും അയ്യോ, ഞാൻ നനഞ്ഞാൽ ക്യാമറ നനഞ്ഞാലേ ചേട്ടാ എന്നെ നനയ്ക്കും. അയ്യപ്പാ. ഉഴുന്ന് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉഴുന്ന് ചട്നി വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. അവിടെ നിന്ന് എപ്പോഴും കുളിക്കാൻ വേണ്ടിയിട്ട് ഇതില്ല, വെള്ളം കാണിയല്ലോ അവിടെ. പെട്ടെന്ന് ആദ്യം വെള്ളം പോകുന്ന സ്ഥലമാണ് അത്. ഉഴുന്ന് ചട്നി, ഉഴുന്ന് ചട്നി. എന്നോടെ പരിപാടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. കാര്യത്തിലാണ് നമ്മൾ ചെരുപ്പെടുക്കാൻ പോയാണോ? എന്നാ
കാപ്പി ഒന്നും കുടിക്കണ്ട. മുളക് ഇത്ര മതിയോ മേ? എന്റെ പൊന്നെ, എന്ത് ചെയ്താലും കുറ്റം പറയുന്നത് ജീവിയെ കണ്ടിട്ടുണ്ടോ? എന്ത് കാണിച്ചാലും കുറ്റം പറയുന്ന ഒരു ജീവി. എന്തേ മോൻ കാണുന്നില്ല? ആ, എന്ത് ചെയ്തില്ല പറയും, നീ എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് പറയും. ചെയ്താൽ പറയൂ ഇത് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയല്ല. അല്ല ചേച്ചാന് മറ്റേ കൊടുക്കണമല്ലേ, കൊടുക്കണ്ടേ? ഇവിടെ കാപ്പിപ്പൊടി ചെയ്യും. ചേച്ചാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് പൊൻകുന്നായപ്പോഴേ ഇവിടെ കാപ്പിപ്പൊടി റെഡിയായി. ആ അപ്പോൾ ഇതൊക്കെ മതി. ഉണ്ടുണ്ട്, ഉഴുന്നിട്ടു. ആ ശാമ്പവി കഴിക്കുക. എന്നാ അമ്മേ മഴയാണോ എന്ന്? വിഡ്ഢിത്തരം കാണിക്കുന്നത്. കുരുമുളക് ഉപ്പ് മതി. അങ്ങനെ എൻ്റെ ഉഴുന്ന ചട്നി റെഡി. പക്ഷെ ഇച്ചിരി എരിവ് കൂടിപ്പോയി. ശാമ്പവി കഴിക്കുമോ എന്നൊരു സംശയം. ആ പൊടിയായിട്ടൊക്കെ അങ്ങനെ കഴിക്കും. ശാമ്പവി അങ്ങനെ കഴിച്ചിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തൊക്കെ ഒഴിക്കും. ഒരുമിച്ച് കഴിച്ചാലേ വേസ്റ്റായി പോയാലോ. ആവശ്യമുള്ളതുപോലെ എണ്ണ കഴിക്കാം, എന്നിട്ട് കഴിക്കാം. നല്ല മഴ, എന്ന് പറയാൻ പറ്റത്തില്ല മഴ. രാവിലെ തന്നെ നാരായണി, നിനക്ക് പനിയുണ്ടോ? ജലദോഷമുണ്ടോ? ചുമയുണ്ടോ? പറ. വിക്സ് ഉണ്ട്. പനിക്കും ചുമയ്ക്കും പനിക്കല്ല ചുമയ്ക്കും ജലദോഷമൊക്കെ വിക്സ്. വിക്സ് എന്തേ? ഇത്രയും ചൂടില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കില്ല. മുളകിന്റെ കാര്യം പറഞ്ഞാല് മുട്ട അടിക്കണ്ടേ? ഇവിടെ വെട്ടമുള്ളൂ. മുട്ട അടിക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ. കരയുവാണെങ്കിൽ ഞാനൊരു വടിയും കൂടെ എടുത്ത് വെച്ചിട്ട് ചെയ്യുള്ളേ. എന്നോടൊന്നും തോന്നരുത്. അത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് ആലോചിക്കാം. നിങ്ങൾ നോക്കാം നേരെ അമ്മേ. അത്രയും നിർത്തരുമോ? സൈഡ് വിട്ട് തരാൻ ആലോചിക്കാം. അടങ്ങിയിരുന്നോണേ. അമ്മ എന്നെ കൂടെ ദേഷ്യം പിടിപ്പിക്കരുത്. ആലോചിക്കാം. കാണിച്ചേ. നോക്കട്ടെ. കുറച്ച് നിർത്തണേ. അവിടെ വടി ഞാൻ എടുക്കുവേ. അവിടെ വെക്കാം. മുട്ടടിക്കണോ? അടങ്ങിയിരിക്കോ? ഞാൻ അപ്പഴല്ല മുട്ട അടിക്കല്ലേ. ആലോചിക്കട്ടെ ആലോചിക്കട്ടെ.
കയ്യിൽ മാറ്റി നാനേ നേരെ നിൽക്കാവോ? കുഞ്ഞാണോ നിൽക്കുന്നത് എപ്പോഴും? നേരെ നേരെ നിൽക്ക. മനസ്സിലായല്ലോ? ഞാനാണ് എൻ്റെ മുടി ഇന്ന് വെട്ടുന്നത്. ഞാനാണ്, അതായത് അപ്പയല്ല. കേട്ടല്ലോ? അപ്പയ്ക്ക് ഇച്ചിരി ക്ഷമയൊക്കെ കാണും, എനിക്കതില്ല. അപ്പം മുട്ട അടിക്കുകയോ അടിക്കാതിരിക്കുകയോ അതൊക്കെ അപ്പയുടെ ഇഷ്ടം. അപ്പയെന്ന് പറഞ്ഞാൽ ചെവിയില്ലല്ലോ ഇവിടെ. കണ്ടോ കണ്ടോ? അങ്ങനെ നോണേ. കത്രിക മാറ്റുന്നുണ്ടോ? ഇല്ല, കത്രികയാണ് എൻ്റെ ആയുധം. തുണി മുറിക്കാനും എടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഇതിന് തുണി മുറിക്കാൻ കൊള്ളത്തൊന്നുമില്ല, അത്രയ്ക്ക് വൈക്കത്തില്ല. എന്തായി കാണിക്കണേ? സൂപ്പർ, അടിപൊളിയാണ്. ാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ ഒരു കെട്ടിനോടാണ്. അത് പിള്ളേർ മഷ്റൂം കെട്ട് ചെയ്ത പിള്ളേരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചേട്ടാ എനിക്ക് തന്നതുകൊണ്ട് അപ്പം എനിക്ക് വിട്ടു തന്നെ കാണാം. ഏനാ വെള്ളം കാണിക്കാൻ പറയും, മുട്ടടിക്കാനാണ് പറഞ്ഞത്, എന്നെ വെള്ളം കാണിക്കാനല്ല. ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ തന്നെ ചെയ്യാൻ തരണമായിരുന്നു. എന്നെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ചൊറി. സൂപ്പർ, ഫോട്ടോ കാണും. ഷോളില്ലല്ലോ ഓമിന്റെ. ഉണ്ട്. ആരോട് ഉറക്കവാ? എല്ലാവരും ഉറക്കവാ. അവള് മാത്രം അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. വീണ്ടും ശബരിമലയ്ക്ക്. ശബരിമലയ്ക്ക് പോവാം. ഇവിടെ നിന്ന് ടീമുണ്ട്. ചവിട്ടി എനിക്ക് അത്ര നേരം സമയം കിട്ടില്ല. താങ്ക് യു. അതുപോലെ എന്നിട്ട് ആ പടത്തിൽ ഇതുപോലെ കുറേ സീൻ കാണിക്കുന്നു. വോയിസ് റെക്കോർഡാവും. ഞാൻ കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടുക പെട്ടെന്ന്. മറ്റേ അവിടെ ഒരു വണ്ടി വാങ്ങിക്കാൻ എത്തിയിട്ടെ അത് മറ്റേ കാലയിലല്ലോ.
വണ്ടി ഇറക്കിക്കൊണ്ട് വന്ന ഇവന്മാർ കൈ നീട്ടത്തില്ല. എന്നറിയോ, നമുക്ക് പരിചയമുള്ളതും പിടിപാടില്ലാത്ത ഒരാൾ ഒരിക്കലും വണ്ടി കൊണ്ട് വരത്തില്ലെന്ന് ഇവന്മാർക്ക് അറിയാം. ജപിച്ചോളാം, എനിക്ക് ഇതിൽ മുങ്ങി ഈ പണി മേടിക്കണ്ട. മീൻ ചത്തു പോകുന്നു. ഇല്ലാത്ത സാധനം ഒന്നുമില്ല വെള്ളത്തിൽ. എല്ലാ സാധനമുണ്ട്. ഫ്ലക്സ് ബോർഡ് അഴിച്ചു മാറ്റി ഏതോ ഒരു മിലിറ്ററി ഓഫീസർ ക്യാഷ് തിരിച്ചു വരണം, ഒരു പൈസ തരാനും പറ്റില്ല, ഇനി നിങ്ങളുമായിട്ട് ഒരു ഡീലും. അതാ അങ്ങനെ നരസിംഹം ഇരിക്കുക. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് കല്യാണം ഉണ്ടായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച്. നമ്മുടെ ഒരു പരിചയമില്ലാത്തവർക്ക് കൊടുക്കുന്നത്. വിശന്ന് വരുന്നവർക്ക് അത് വലിയൊരു അജണ്ട